ആ ചേച്ചി, ആ മോളെ, മാങ്ങയെല്ലാം ഉണ്ടല്ലോ കുറേയല്ലേ. അപ്പുറത്ത് നല്ല സൽക്കാരേനല്ലേ ആ പെണ്ണിൻ്റെ? ആ അതെ അതെ. മാസവേദ എന്ത് വിശേഷാണോ? ഓ ആ അതെ. ബാ കേറ് ഇരിക്കേച്ചി. എന്തോരു ചൂടല്ലേ. എങ്ങനെ ഇടണേ? പെണ്ണിനെ കാണാൻ ഇപ്പൊ മെനയെല്ലാം ഉണ്ടാ? പൊറുതി മുട്ടിയിട്ട് കൂട്ടിയതായിരിക്കും അല്ലേ? ഈച്ചൊരു കാര്യം ചെയ്യും. ഇതോ അതല്ലേ വീട്, അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചു. അതാവുമ്പോൾ കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാൻ പറ്റുമല്ലോ. മോളെ, ആ ലതേച്ചി വാ കേറി. ആ ലതയാ, ഇത് കുറച്ച് പലഹാരാ, അകത്തേക്ക് വെച്ചേക്ക്. ഓ എന്താ കമലേച്ചി, എൻ്റെ വീട് ചൂണ്ടിയിട്ട് എന്തോ പറയുന്നെല്ലാം കേട്ടല്ലോ. അതുണ്ടല്ലോ അതെ, എൻ്റെ മോള് സൽക്കാര വിശേഷം ചോദിക്കുന്നേന്. ആ ഞങ്ങളവളെയും കൂട്ടി. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ മോളല്ലേ. ഞാനും അതെന്നെയാ പറഞ്ഞു. നിങ്ങളെ ഉള്ളിലെ സ്നേഹമില്ലേ, അത് എത്ര ഒളിപ്പിച്ചാലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് ഞാൻ ഇവളോട് ഇങ്ങനെ പറയല്. വേഗം വിശേഷമാകുന്ന ഇനി അപ്പം നല്ലേ, അല്ലാണ്ട് ഇവളെ പോലെയൊന്നും ആയിപ്പോയിട്ടില്ലല്ലോ. എടാ ഞാനിതെല്ലാം പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട് പൊറുതി മുട്ടിയിട്ട് കൂട്ടിയതായിരിക്കും. ഇതേ ചേച്ചി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ചേച്ചി പറഞ്ഞ കാര്യം എൻ്റെ തലയിലേക്ക് ഇടുന്നോ? ഞാൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അതെ ഒന്നുമില്ല, ഞാൻ എത്ര ഒക്കത്തെടുത്ത് കിടന്നോ കൊച്ചാ. കഴിഞ്ഞോ? നിങ്ങളെന്താ വിചാരിച്ചേ, ഞാൻ മുഴുവൻ വിശ്വസിച്ചോന്നോ? ശരിയാ, എൻ്റെ മോക്കൊരു തെറ്റ് പറ്റി എന്നും വിചാരിച്ച് നിങ്ങൾ അന്ന് മുതൽ പറഞ്ഞു നടക്കില്ലേ അവളെ ഈ വീട്ടിൽ കയറ്റരുതെന്ന്. പോരാത്തേന് അവൾ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലും ചെന്ന് കുറ്റങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ എല്ലാവരും ചെന്ന് കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്? എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞെന്ന് വന്നതാ, പിന്നെയും വന്ന് പറയുന്നത് നോക്ക്. നിങ്ങൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചല്ലേ, അതും കല്യാണ ദിവസത്തിന്റെ തലേന്ന്. നിങ്ങളുടെ മോനും മോളും എല്ലാം സ്നേഹിച്ച് കഴിച്ചല്ലേ. മറ്റുള്ളവരെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നാട് മൊത്തം പാടിയെടുക്കുക, അവനവൻ്റെ മക്കളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം. അല്ലെങ്കിൽ ഏതു കാര്യത്തിലും അത് തന്നെയാണ്. സ്വന്തം ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കാൻ ഏറ്റവും മുന്നിലുണ്ടാവുക. പോവല്ലേ ചേച്ചി, കഴിച്ചെല്ലാം തേച്ച് കാണൂലേ, കുറച്ച് പലഹാരം എടുത്ത് കഴിച്ചോ. ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും ഈ പരസ്പര കുറ്റം പറയുന്നേയും എല്ലാം ഒന്ന് നിർത്തിയിട്ട് ഈശ്വരനെയും പ്രാർത്ഥിച്ചിരിക്കാൻ നോക്കും. നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞതിൻ്റെ പാപം തീരട്ടെ.